പാർട്ടിയുടെ ഫാക്ഷനിലിസം വിഭാഗീയത ഏറ്റവും ശക്തമായിരുന്ന സമയത്ത് VS വെട്ടി നിർത്തിയ കുറച്ചു പേരിൽ ഒരാളാണ് താങ്കൾ. VS കാരണം പുറത്തുപോയി എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരാൾ. പക്ഷേ പാർട്ടിയിലെ വിഭാഗീയത മുഴുവനും ഒഴിവാക്കിയ ആളാണ് പിണറായി വിജയൻ. അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 2 പതിറ്റാണ്ട് ഇപ്പോഴും പിണറായി വിജയനോടൊരു വ്യക്തിപരമായ വിരോധം സൂക്ഷിക്കുന്നു. എനിക്ക് പിണറായി വിജയനോടും ഒരു വ്യക്തിപരമായ വിരോധമില്ല, VS അച്യുതാനന്ദനോടുമില്ല. നിങ്ങൾ ഈ പറയുന്ന കാലത്ത് VSനെ മുന്നിൽ നിർത്തി ഈ കാര്യങ്ങളെല്ലാം പ്രയോഗത്തിൽ നടത്തിയ ആൾ പിണറായി വിജയനായിരുന്നു. മനസ്സിലായോ? ചിന്താശേഷി നിങ്ങളൊക്കെ തിയററ്റിക്കലായിട്ട് ചിന്തിക്കുക. ഒരു യാഥാർത്ഥ്യം പറയുമ്പോൾ ഇതൊക്കെ നടക്കണത് പാർട്ടിക്ക് ഇതല്ലാതെ ഉള്ള കാര്യങ്ങൾ ഭരണഘടന ഇതായിട്ട് നടക്കാൻ കഴിയാത്തത് രഹസ്യമായി നടത്തുന്നതൊക്കെ ആളുകൾ നേരിട്ട് കണ്ടുകൊണ്ടും ഇതുകൊണ്ടും ആണെന്നല്ല. ഞാൻ അവിടെ പാലക്കാട് ചെന്ന് ഇറങ്ങിയപ്പോൾ എനിക്കറിയാം, വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ എനിക്കറിയാം, പിന്നെ ഞാൻ അടക്കം ഉള്ള ആളുകൾ സംസ്ഥാന കമ്മിറ്റി ഉണ്ടാവില്ല എന്നുള്ളത് അറിയാം. പിന്നെ ഞാൻ ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. ഞാനവിടെ വീട്ടിൽ പറഞ്ഞത് അവിടെ സമ്മേളനവും ഇതൊന്നും കഴിയണവരെ ഞാൻ നിൽക്കില്ല, പിന്നെ ഞാൻ അതിന് മുന്നേ വരും. ഇവർ വീട്ടിൽ നിന്നുള്ളവർ പുറത്തെവിടെയോ പോകുന്നത്, താക്കോൽ അടുത്ത് വീട്ടിൽ ഏൽപ്പിക്കാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് അതിലുണ്ടാവില്ല. അതൊക്കെ കഴിഞ്ഞിട്ടിപ്പം ഇത്രയും കാലം ഒരു പൗരനെന്നുള്ള അത് മനസ്സിലാക്കുമോ? നമുക്കിപ്പോൾ പത്രക്കാരനാവണ്ട, വേറുള്ളതാവണ്ട, ഒരു പൗരൻ എന്നുള്ള ഇദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഇത് എഴുതുന്നു ഈ പുസ്തകം? ജീവിതത്തിൻ്റെ വലിയൊരംശം CPMൻ്റെ രാഷ്ട്രീയം മാത്രമല്ല, നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങനെയാണ് നമ്മൾ സ്വതന്ത്രരായത്, എങ്ങനെയാണ് നമ്മൾ ജനാധിപത്യം ഒരു റിപ്പബ്ലിക്കിലൂടെ ഇന്ത്യയിൽ വന്നത് എന്നത് പഠിച്ചും അതിൻ്റെ പല പ്രവർത്തനങ്ങളിലും നേരിട്ട് ഡൽഹിയിൽ ഉണ്ടായിരുന്ന കാലങ്ങളിൽ നേരിൽ കാണുകയും ഇവിടെ ഇരിക്കുമ്പോഴും നമ്മളത് ആലോചിക്കുക, അതിൽ ജീവിക്കുകയും ചെയ്ത ഒരാളാണ്. അപ്പം അതിനിടയിൽ ഇത്രയും നിങ്ങൾ ഞാൻ വിളിക്കുകയോ പിന്നെ പത്രക്കാരെ ആരെയും വിളിച്ചോ, താങ്കളെ വിളിച്ചോ? നിങ്ങളിങ്ങനെ പറഞ്ഞ് ഇന്നലെ ഇതൊരു എന്തോ ഒരു നിമിത്തം കൊണ്ട് സംഭവിച്ചൊരു അപകടമാണത്. സജീവ പത്രപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നല്ലൊരു കാര്യം ചെയ്യണം. ഞാനീ പറഞ്ഞതിലുള്ള എൻ്റെ ഇൻറ്റഗ്രിറ്റിയും എൻ്റെ സത്യസന്ധതയും വിശ്വസിക്കണം. താങ്കളോട് അപേക്ഷിക്കാനുള്ളത് അത് മാത്രമാണ്. കാരണം ഇതെനിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല, തെളിയിക്കാൻ കഴിയാത്ത ഒരാളല്ല ഞാൻ. നിങ്ങൾക്കറിയില്ല ഈ പിണറായി വിജയൻ എൻ്റെ ഈ ഗവൺമെൻറ് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളതിൻ്റെ ഔദ്യോഗിക ആധികാരിക രേഖകൾ മുഴുവൻ പഠിച്ചിട്ടാണ് ഞങ്ങൾ മുമ്പിലിരിക്കുന്നത്. VSനോട് എൻ്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ മാറ്റിയത് CPMനകത്ത് ഒരു ചോദ്യം ചോദിക്കാൻ ഒരു പ്രതിപക്ഷ അംഗം VSേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ അത് എൻ്റെ റീഡിങ് ശരിയായിരുന്നു എന്ന് പിന്നെ കാലം തെളിയിക്കുകയും ചെയ്തു. നിങ്ങൾക്കറിയോ ഈ കേസിൽ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനം CC എടുത്ത സമയത്ത് പിന്നെ ഇന്ത്യ വിഷൻ TV എന്നെ രാത്രി ഡിസ്കഷന് വിളിച്ചു. ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തീരുമാനം എടുത്തപ്പോൾ അന്ന് ബാസുരേന്ദ്ര ബാബു, പിന്നെ മറ്റേ നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ മറ്റേ കക്ഷിയിൽ മാധവൻകുട്ടിയൊക്കെ ഉണ്ട്. ഞാനവിടെ ചെന്നപ്പോൾ അല്ല, മാധവൻകുട്ടിയില്ല, സെബാസ്റ്റ്യൻ പോലുള്ള ആളാണ്. അപ്പോൾ പറഞ്ഞു, പിന്നെ അപ്പുകുട്ടൻ നിങ്ങളല്ലേ പറഞ്ഞത് CC പ്രഖ്യാപിച്ചിരിക്കുന്നു, എന്ത് പിന്നെ അന്വേഷണം നടത്താൻ. ഇതിൽ പരം പിന്നെ എന്താ ചെയ്യുക ഒരു പാർട്ടി? പ്രകാശ് കാരാട്ടിന് വേറെ എന്താ ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ശരിയാ, നിങ്ങൾ CC പ്രമേയത്തിൻ്റെ പത്രക്കാർക്ക് നൽകിയിട്ടുള്ള കമ്മ്യൂണിക്കേ അല്ലേ ബേസ് ചെയ്തല്ലേ ഇത് ചോദിക്കുന്നത്? അതെ, അത് ശരി.
നിങ്ങൾ ആ കംപ്ലീറ്റ് പ്രമേയത്തിൽ വേറെ എന്താ പറയണമെന്ന് അറിയുമെന്ന് ചോദിച്ചു. എന്നിട്ട് അതിൻ്റെ ഭാഗം ഞാനങ്ങ് വായിച്ചു കൊടുത്തു. അതായത് പിന്നെ ഈ കേസിൽ 65ഓളം പ്രതികൾ പാർട്ടിക്കാരോ പാർട്ടിയുടെ സ്ട്രോങ് സിമ്പതൈസേഴ്സോ ആണ്. അവരെ ഏതു വിധത്തിലും സംരക്ഷിക്കുക എന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്. അത് അവരവിടെ എടുത്തിട്ടുള്ള അതിൽ പത്രത്തിന് കൊടുക്കാനുള്ള ഭാഗമാണ് അവരൊരു കമ്മ്യൂണിക്കെ ആയി ഇതെടുത്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഇനി നിങ്ങൾ എന്ത് അന്വേഷണ കമ്മീഷൻ പാർട്ടി നടത്തിയാലും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഇത് തീരുമാനിച്ചു കഴിഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ പറയണം ഈ കമ്മ്യൂണിക്കയിൽ ഇതില്ല എന്ന്. അത് പാർട്ടിക്കാരോട് ചോദിച്ചിട്ട് നിങ്ങൾ റെഫ്യൂട്ട് ചെയ്യും. അതല്ലെങ്കിൽ ഇതാണ് വസ്തുതയെങ്കിൽ പിന്നെ ഈ അന്വേഷണ കമ്മീഷനിലൊന്നും യാതൊരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അന്ന് രാത്രി ഒരു 1 മണി സമയത്ത് ഞാൻ ഉറങ്ങിയില്ലായിരുന്നു. ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ എന്തോ നോക്കുകയായിരുന്നു. ഒരു ഫോൺ അപ്രതീക്ഷിതമായിട്ട് വന്നു. സുരേന്ദ്ര ബാബുവായിരുന്നു. അപ്പോൾ അദ്ദേഹം LDFന് വേണ്ടി ഇത്ര നഖശികാന്തം പൊരുതുന്ന ആളാണ്. ഞങ്ങൾ ഇതിൽ കാണുക, ഏറ്റുമുട്ടുക എന്നുള്ളതിനപ്പുറം പേഴ്സണലായിട്ടൊരു കോണ്ടാക്റ്റ് ഇവിടുന്ന് നമ്പർ കിട്ടിയെന്ന് പോലും പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ഈ സമയത്ത് ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ചു. സമയത്ത് ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല അപ്പോൾ കൂട്ടാൻ. ഞാൻ പറഞ്ഞ ഞാൻ അങ്ങനെ എന്തെങ്കിലും മോശമായി ഇന്നൊന്നും സംസാരിച്ചതായിട്ട് എനിക്ക് പേഴ്സണലായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ വിചാരിച്ചത് എന്തോ അതല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെ ആവാൻ കഴിയുമോ? ഒരു ജനറൽ സെക്രട്ടറിക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ പറഞ്ഞത് അതിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അത് ഞാൻ പറഞ്ഞത് എനിക്കറിയാവുന്ന കാര്യമാണ്, അതിലപ്പുറമൊന്നും എനിക്ക് പറയാനില്ല. അങ്ങനെയാണ് ഇപ്പം അതിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അവസ്ഥ അങ്ങനെയാണെന്നുള്ളിടത്തു നിന്നാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഒന്നുകൂടി ഏഷ്യാനെറ്റ് എന്നെ വിളിച്ചിരുന്നു. ഇവിടെ CPMൻ്റെ സംസ്ഥാന സമ്മേളനം നടന്ന ദിവസം കൊച്ചിയിൽ VS ഇറങ്ങിപ്പോയ. അപ്പോൾ ആ VS ഇറങ്ങിപ്പോകുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് ഏഷ്യാനെറ്റ് എന്നെ അങ്ങനെ അക്കാലത്ത് വിളിക്കാത്ത ഒന്ന് ഇത്ര മണിക്ക് വരാമോ എന്ന് ചോദിച്ചു. അത് പറഞ്ഞ് വരാമല്ലോ. ഇത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കാണുന്നത് പിന്നെ ഇദ്ദേഹം ഇറങ്ങിപ്പോകുന്നു. പിന്നെ അപ്പോൾ എന്തിനാ അവിടെ നടത്തുന്ന പിതൃശൂന്യ പിന്നെ നോർത്ത് കൊറിയയിലെ ആളുകളെപ്പോലെയുള്ള ശിക്ഷ കൊടുക്കണമെന്നൊക്കെ നമ്മളെ ഇയാൾ പ്രസംഗിച്ച സമ്മേളനമാണത്. അപ്പോൾ അയാൾ നിഷേധിക്കുന്നുണ്ടെങ്കിലും. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഏഷ്യാനെറ്റിൽ ചെന്നു. ഏഷ്യാനെറ്റിൽ ചെന്നപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നവരോട് പറഞ്ഞു, അന്ന് വിനുവാണ് ഈ ഇതിൽ, വിനുവിനോടൊന്ന് പറയണം, അവർ പറയുന്ന കാര്യങ്ങളിലല്ലാതെ ചില പ്രശ്നങ്ങൾ VSൻ്റെ ഇറങ്ങിപ്പോക്കുമായിട്ട് എനിക്ക് പറയാനുണ്ടെന്ന്. ഒന്ന് ആ നിലയ്ക്ക് എനിക്ക് അവസരം തരണമെന്നത് പറയും. അപ്പോൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇവർ പറഞ്ഞു ഇങ്ങനെ VS ഇറങ്ങിപ്പോയല്ലോ, വിമർശനമൊക്കെ ആയിട്ട് കഴിഞ്ഞല്ലോ ഈ കഥ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, VS ഇറങ്ങിപ്പോയത് ഈ വിമർശനം കേട്ടിട്ടൊന്നുമല്ല. ഞാൻ VSുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇറങ്ങിപ്പോയതിൻ്റെ ഒരു കാരണം പിന്നെ ഈ പാർട്ടി ഇവരെ ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തുന്നതിന് നേതൃത്വം നൽകിയ പ്രതികളായിട്ടുള്ള ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. പിന്നെ വേറെ 2-3 കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞു. അത് അവസാനമായിട്ട് ഇറങ്ങിപ്പോകുന്നതിന് മുന്നേ പ്രകാശനോട് അത് പറഞ്ഞതിൽ നിങ്ങളിത് പറഞ്ഞില്ല, ഞാൻ ഇറങ്ങിപ്പോകുന്നതാണ്. അങ്ങനെയാണ് ഇറങ്ങിപ്പോയത്. ഞാൻ ഇതിനിടയിൽ ഇത് കണ്ടപ്പോൾ ഞാൻ നേരെ
VSൻ്റെ നമ്പർ എൻ്റെ ഇതിലുണ്ടായിരുന്നു. ഞാൻ വിളിക്കാറില്ല, ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നത് ആ സമയത്താണ്. അപ്പം VS ഫോണെടുത്തു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല, ഒരു പത്രപ്രവർത്തകൻ്റെ ഒരു ഇതിൽ ചെയ്തതാണ്. ഫോൺ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. മൂപ്പരിങ്ങനെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു. അതിൻ്റെ പിറകെ ഞാൻ ഏഷ്യാനെറ്റ് ചെന്നു. അതോടുകൂടി ഡിസ്കഷൻസ് ഇത് സംബന്ധിച്ചുണ്ടായിരുന്ന ഡിസ്കഷൻസ് മാറി. പിന്നെ ഇതിൻ്റെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതോടുകൂടി അതിനുശേഷം പല ഘട്ടത്തിലും VSനെ കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചു. ഞാൻ VSനോട് പറഞ്ഞു, ഞാൻ വരുന്നില്ല. ഞാൻ വരുന്നത് VSനും നന്നല്ല, എനിക്കും നന്നല്ല. കാരണം അവിടെ ഈ ആൾക്കാരുടെ മുൻപിൽ കൂടെ നമ്മൾ പോവുക, VSനെ പോയിട്ട് അങ്ങനെ ഒരു ഇത് ഞാൻ പോയില്ല. അതുകൊണ്ട് ഇനി ജീവിതത്തിൽ ആ മനുഷ്യനുമായിട്ട് ഇനി സംസാരിക്കാനും വഴിയില്ല.